എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഗിരുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗീതു പ്രഗ്നൻ്റ് ആണ് എന്ന് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യുകയാണ്. ഗീതുവിന് ഡോക്ടർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. മാഡം കൺസീവ് ആണ്, ഇതെങ്ങനെ ഗോവിന്ദിനെ അറിയിക്കും എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ് ഗീതു. മാത്രമല്ല സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് നോക്കണം. കാരണം ഹെഡ് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ നമുക്ക് എന്തെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ, എന്നാലേ ബാക്കിയുള്ളവരെ അറിയിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഹാർട്ട് ബീറ്റ്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പിന്നെ അറിയുകയാണ്. ഇതിൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോവാണ് കേട്ടോ. ഗോവിന്ദിനെ വിളിച്ചറിയിക്കാമെന്നൊക്കെ ഓർത്തതാണ്, പക്ഷേ വേണ്ട, നേരിട്ട് പറയാം, ഓഫീസിലേക്കാണല്ലോ പോകുന്നത്, ഓഫീസിലുണ്ടല്ലോ കണ്ണേട്ടൻ, നേരിട്ട് കാര്യങ്ങൾ അറിയിക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് റിസൾട്ടും കൊണ്ടിട്ട് ഇവള് ഓഫീസിലേക്ക് പോവാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി. ഇതേ സമയം നമ്മുടെ ഗോവിന്ദ് ഓഫീസിലിരിക്കുകയാണ്. ഗോവിന്ദിന് ഒരു കോള് വരികയാണ് കേട്ടോ. ഗോവിന്ദിന് കോള് വന്നത് ആ ഒരു സിംഗപ്പൂർ കമ്പനിയുമായിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് മാറിപ്പോയിട്ടുണ്ട്. മറ്റൊരു ഗ്രൂപ്പ് കുറച്ച് കൊട്ടേഷന് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വരുണിൻ്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവന് ദേഷ്യം വരാണ് കേട്ടോ. ഇവൻ ചോദിച്ചു, അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഇങ്ങനൊരു മത്സരം ഉണ്ടെന്നൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കറക്റ്റ് ഞങ്ങളുടെ കമ്പനിക്ക് മാത്രമാണ് ഇത് തരുന്നു പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും കൊട്ടേഷൻ വളരെയധികം കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ഏത് ഗ്രൂപ്പാണ്, ആരാണെന്ന് ചോദിച്ചപ്പോൾ ചേതൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഗോവിന്ദന് ദേഷ്യം വന്നിട്ടോ. അജാസിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സിംഗപ്പൂർ കമ്പനിയുടെ ഓഫീസിലെത്തണം, കേരളത്തിലെ ഓഫീസിലെത്തി ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസിനെയും കൂട്ടിക്കൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്, ടെൻഷനോടും കൂടിയിട്ട്. ഈ ഗോവിന്ദും അജാസും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതുവിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് അവർക്ക് ചോദിച്ചു, എന്ത് പറ്റിയ സിംഗപ്പൂർ കമ്പനിയുടെ ആ പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയോ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അറിയില്ല, എന്താ കിട്ടിയോ എന്ന് തിരിച്ചു ചോദിച്ചപ്പം ഞാനും അത് അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ്. അല്ല, ഞാൻ കണ്ണേട്ടനെ ഒന്ന് കാണട്ടെ കേട്ടോ. അല്ല, എന്താ മുഖത്ത് ഇത്ര സന്തോഷം? അതെ, നല്ല മനസ്സുള്ളവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും എന്ന് പെട്ടെന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർണയുടെ മുഖം അങ്ങോട്ട് മങ്ങി. കാരണം അവർണയ്ക്ക് സങ്കടം അവർണയുടെ ചീത്ത മനസ്സിൻ്റെ ആണോ എന്ന രീതിയിലേക്ക് അവർണക ചിന്തിച്ചു. നിൻ്റെ മനസ്സും നല്ലതാണ്, നിനക്ക് സന്തോഷ നിമിഷങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഞാൻ കണ്ണേട്ടനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പോവുക. അപ്പോഴേക്കും കണ്ണേട്ടൻ്റെ PO രമേശ് ഉണ്ടല്ലോ, നമ്മുടെ ഗോവിന്ദൻ്റെ PA വന്നിട്ട് പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം സിംഗപ്പൂർ കമ്പനി പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു കേട്ടോ. എങ്ങോട്ട് പോയതാണെന്ന് പറഞ്ഞില്ല, പുറത്തേക്ക് പോയതാണ്. മാഡത്തോട് പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എവിടെ പോയതാ വർണ്ണികയെന്ന് ചോദിച്ചപ്പോൾ ഞാനും അറിഞ്ഞില്ല, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അവരെങ്ങോട്ടോ പോയിന്ന്. എന്തായാലും കണ്ണേട്ടൻ വരട്ടെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ വിളിച്ചു നോക്കുക. ഗോവിന്ദനെ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനോട് ഇത് പറയണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ഗീതുവും അവർണികയുമാണ് ഒരുപാട് ഇതിന് വേണ്ടി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാകും. ഇപ്പോൾ വേണ്ട, എന്തായാലും കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നേരെ എങ്ങോട്ട് പോയി. ഗീതുവിൻ്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നീ അറക്കലേക്ക് പൊക്കോ, ഞാൻ സിംഗപ്പൂർ കമ്പനിയുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. നീ അറക്കലേക്ക് പൊക്കോളാനായിട്ട് പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ്റെ ടെൻഷനും പരവേശവും കണ്ടതിന് ശേഷം നമ്മുടെ ഗീതു പറഞ്ഞില്ല. എന്തായാലും ഗോവിന്ദനോട് നേരിട്ട് പറയാം, പ്രണയം തുറന്ന് പറഞ്ഞതുപോലെ ഒരു അപൂർവ നിമിഷമാക്കി ഇതും മാറ്റാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾ അവർണികയോട് പറഞ്ഞിട്ട് അറക്കിലേക്ക് പോവാണ്. എന്തായാലും സിംഗപ്പൂർ കമ്പനിയുടെ ഓഫീസിലെത്തിയ ഇയാൾ തിരിച്ചറിയുക, നമ്മുടെ ഗോവിന്ദ് തിരിച്ചറിയുകയാണ് ഇത് ചേരൻ ഗ്രൂപ്പിൻ്റെ ചതി തന്നെയാണ് എന്ന്. ആ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ, ചേരൻ ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റ് അങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ ആൾക്കാരിങ്ങനെ പറയാം. അത് പറ്റില്ല, ഞങ്ങൾക്കത് കണ്ടേ പറ്റുള്ളൂ, കാരണം ഞങ്ങളിത് നേരിട്ട് സിംഗപ്പൂരിൽ ഷേണായി സാറാണ് വിളിച്ച് ഇതൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു മത്സരം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളിപ്പോൾ ഷേണായി സാറിനെ വിളിക്കും എന്ന് പറഞ്ഞ്, വേണ്ട, നിങ്ങൾ വിളിക്കേണ്ട, ഞാൻ ഷേണായി സാറിനോട് പറഞ്ഞിട്ട് ഞാനത് എടുത്ത് തരാം, ഷേണായി സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു, പ്രൊജക്റ്റ് എടുത്ത് തരാനുള്ള നടപടി ഉണ്ടാക്കാമെന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ പ്രൊജക്റ്റ് എടുത്തു കൊടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ രഹസ്യം ഗോവിന്ദ് മനസ്സിലാക്കുന്നത്. പ്രൊജക്റ്റ് സെയിം, അതായത് ഇവർ കൊടുത്ത അതേ പ്രൊജക്റ്റ്, അതേ കാര്യങ്ങൾ, ഈച്ച കോപ്പി എന്ന് തന്നെ പറയാം. കൊട്ടേഷനിൽ മാത്രം 10 കോടിയുടെ വ്യത്യാസം. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ചതിയാണ്, വൻ ചതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്കിത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് സെയിം ആകുമ്പോൾ തന്നെ ഇതിൽ ചതി ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടായിരുന്നോ നിങ്ങളിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ചേതൻ ഗ്രൂപ്പാണ് എങ്കിൽ ഇതിൻ്റെ ചതി ഞാൻ മണത്തിരുന്നു. ചേതൻ ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ സർവാധികാരി ഇപ്പം സുവർണയാണ്. കേരളത്തിലെ കാര്യങ്ങളൊക്കെ ചേതൻ ഗ്രൂപ്പിൻ്റെ സുവർണയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ചതി അവിടെ നിന്ന് തന്നെയായിരിക്കാം വന്നത്. അങ്ങനെയാണെങ്കിൽ സുവർണയെ സഹായിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ആരോ ഉണ്ടല്ലോ
എന്ന് ഗോവിന്ദ് ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഇനിയും ഈ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് എത്ര വില കൂട്ടി തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് വേണ്ട. കാരണം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ പങ്കാളിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോടൊപ്പം തന്നെ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സിംഗപ്പൂരിലെ ഷേണായി സാറിൻ്റെ ബിസിനസ് പൊളിഞ്ഞു അങ്ങോട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദും ഈ വാജാസും കൂടി അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം ഗീതു എങ്ങനെ പ്രണയം തുറന്നു പറഞ്ഞതുപോലെ എങ്ങനെ ഇത് സർപ്രൈസാക്കി മാറ്റാമെന്നുള്ള ഒരു ആലോചനയിലാണ്. ഗീതു ഭയങ്കര സന്തോഷത്തിൽ തൻ്റെ റൂമിൽ കണ്ണാടിയിലേക്ക് നോക്കുകയും റിഹേഴ്സലൊക്കെ നടത്തുകയും ചെയ്യാണ്. എങ്ങനെയാണ് നിങ്ങളൊരച്ഛനാകാൻ പോകുന്നതെന്നോ എങ്ങനെയാണ് ഇതൊന്ന് തുറന്ന് പറയേണ്ടതെന്ന് കണ്ണാടി നോക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴും ഭയങ്കര ഡ്രാമ, ഇമോഷണൽ ഡ്രാമ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്ന് മാറ്റി അങ്ങോട്ട് വെക്കുകയാണ്. അതേ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഡയലോഗ് എനിക്ക് വിശേഷമുണ്ട്. ഇതും വേണ്ട, ന്യൂജൻ പിള്ളേരുടെ സ്റ്റൈലൊന്ന് പഠിച്ചാലോ? എടാ മോനെ, ഇനി കംപ്ലീറ്റ് സീന, നിൻ്റെ കൊച്ചൊരെണ്ണം എനിക്ക് സെറ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അതും വേണ്ട, എന്തായാലും ഇത് മറ്റേ ലൈൻ തന്നെ പിടിക്കാം, എന്തായാലും പ്രണയം തുറന്നു പറഞ്ഞ ആ നിമിഷത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുക. ഗീതാഞ്ജലി ടച്ച് എന്തായാലും ഉണ്ടാവണം ഈ ഒരു കാര്യം തുറന്നു പറയുമ്പോഴും. ഇതേ സമയം നമ്മുടെ അനാർക്കലി രാധികയെ വിളിക്കുകയാണ്. രാധികയെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, എപ്പം തരും പൈസ, ക്യാഷ് റെഡിയായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉടനെ തരും, 1 മണിക്കൂറിനുള്ളിൽ 50 ലക്ഷം രൂപയായിട്ട് ഞാൻ വരും. എനിക്ക് തരാനുള്ള 50 അല്ല 10 കോടിയാ, അതിൽ ആദ്യത്തെ കെടു മാത്രമാണ് നീ എനിക്ക് കൈമാറുന്നത്, അതോർത്തോണം. അതെനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് നീ ഇതെന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ശരി, ഞാൻ എവിടെയാണ് വരേണ്ടത്? നീ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. ശരി രാധികേ. എന്തായാലും നമ്മുടെ രാധിക നേരെ ചെന്നത് സുവർണക്കരികിലേക്കാണ്. മേഡം എന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ, ഈ മുറിയിൽ ഞാനാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എന്തായാലും മേഡം എന്നെ തല്ലി ഇറക്കി വിട്ടതല്ലേ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട്? മേഡം എന്നെ ഒറ്റ കൊടുത്തതുകൊണ്ട് മാത്രമല്ലേ അന്നെങ്ങനെയൊക്കെ സംഭവിച്ചത്? അത് ഗീതു ഒരുക്കിയ നാടകത്തിൽ ഞങ്ങൾ പെട്ടുപോകുന്ന അവസ്ഥയിൽ എനിക്ക് നിങ്ങളെ ബലി കൊടുക്കേണ്ടി വന്നതാണ്, അത് നീ മനസ്സിൽ വയ്ക്കരുത്. ഞാനതൊക്കെ അന്നേ മറന്നു. കാരണം എന്നെ പുറത്താക്കിയത് കൊണ്ടാണല്ലോ ഞാൻ ചേരൻ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ സർവാധികാരിയായി മാറിയത്. നീ ചേരൻ ഗ്രൂപ്പിൻ്റെ ആളാണോ? AGM-നെ തകർക്കാനായിട്ടും എൻ്റെ കണ്ണനെ കൊല്ലാനും നടക്കുന്നവരുടെ കൂടെയാണോടി നീ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്? അപ്പോഴേക്ക് സുവർണ്ണ പൊട്ടിച്ചിരിക്കട്ടോ, അട്ടഹസിക്കുകയാണ്. ഞാൻ മാത്രമല്ല, മേഡം ഇപ്പോൾ ചേരൻ ഗ്രൂപ്പിൻ്റെ ആളല്ലേ? മേഡവും വരുൺ സാറും ചേർന്നിട്ട് AGM-ൻ്റെ പ്രൊജക്റ്റ് ചോർത്തി നൽകിയത് ചേരൻ ഗ്രൂപ്പിനാണ്. ചേരൻ ഗ്രൂപ്പിന് ഇത് കേട്ട് രാധികൊന്ന് ഞെട്ടു കേട്ടോ. ചേരൻ ഗ്രൂപ്പിൻ്റെ കണക്ക് കൃത്യമായിരിക്കും. മേഡത്തിന് സ്വന്തം അമ്മയുടെ സ്ഥാനം നൽകിയ ഗോവിന്ദ് സാറിനെ ചതിച്ച വകയിൽ മേഡത്തിന് 10 കോടി രൂപ കിട്ടും. ആദ്യത്തെ ഗഡുവായ 1 കോടി രൂപ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 50 എന്നും പറഞ്ഞ് 50 ലക്ഷം എടുത്ത് നീട്ടുവാണ് കേട്ടോ. പക്ഷേ രാധികയ്ക്കൊരു മനസാക്ഷി കുത്തുണ്ട് കേട്ടോ. കാരണം ഗോവിന്ദിനെ കൊല്ലാൻ നടന്നവളുടെ പണമാണല്ലോ ഞാനിത് സ്വീകരിക്കുന്നത്, എൻ്റെ മകനല്ലേ അവൻ. ഇതേ സമയം സുവർണ്ണ പറഞ്ഞു 50 ലക്ഷമേ ഉള്ളൂ, ഇത് 50 ലക്ഷം വരുൺ സാറിന് നേരിട്ടാണ് കൊടുക്കുന്നത്. പണം മേടിച്ചോ മേഡം. എൻ്റെ ഗതികേട് കൊണ്ടാണ് കണ്ണനെ ചതിച്ച പണം ഞാൻ കൈനീട്ടി മേടിക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് വാങ്ങിക്കില്ലായിരുന്നു, ഇതെൻ്റെ ഗതികേട് മാത്രമാണ് എന്ന് ഈ രാധിക ഇങ്ങനെ പറയുകയാണ്. രാധിക എന്നിട്ട് പൈസ വാങ്ങിപ്പോയപ്പോൾ ഒളിച്ചിരുന്ന വരുൺ പുറത്തേക്ക് വന്നു. രാധിക മാമിനെ ഞാൻ ശരിക്ക് കൊടുന്നു, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് താങ്ക്സ്. അപ്പോഴേക്കും നന്ദിയൊക്കെ പറയുന്നത് അവിടെ നിൽക്കട്ടെ. സിംഗപ്പൂർ ആ ഒരു പ്രൊജക്റ്റ് ചേതൻ ഗ്രൂപ്പിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നമ്മളല്ലേ, ആദ്യം ഇതുവരെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അതുകൂടി കേട്ടാൽ മാഡത്തിന് ഭ്രാന്ത് പിടിക്കും. ഇപ്പം തന്നെ കിളി പോയി, ഗോവിന്ദനെ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അമ്മ പോയ സ്ഥിതിക്ക് എൻ്റെ പൈസ തന്നേരെ എന്ന് പറഞ്ഞപ്പോൾ എന്താ വരുണിന് പോകാൻ ഇത്ര ധൃതി, രേഖയെ കാണാനാണോ? എന്ത് രേഖ? എന്തെങ്കിലും ഗീതുവിനോടുള്ള പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ വരുണിനോട് പറഞ്ഞ് വരുൺ ആ പൈസയും കൊണ്ട് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അവനെയും ചതിക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സുവർണ്ണ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഇത് നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.